പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അനീഷ് റൂമിലോട്ട് കയറി വന്ന്. അപ്പോഴത്തേക്ക് പരദൂഷണം നിർത്തിയിട്ട് പിന്നെ അനീഷിനോട് ഭയങ്കര സ്നേഹമായി. ആ സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അനീഷ് വീണ്ടും പുറത്തിറങ്ങിയില്ലേ ആദിലെ അക്ബറുമാണ് സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നത്. അനീഷിനെ പറഞ്ഞതേ അല്ലാത്ത രീതിയിലാണ് രണ്ടുപേരും കൂടെ പിന്നെ അനീഷിൻ്റെ മുമ്പിൽ അഭിനയിച്ചത്. അത് അനീഷ് ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഇവരുടെ പരദൂഷണം ആരംഭിച്ച്. അനീഷ് പോയത് അക്ബർ പറയാം. ഇപ്പം മനസ്സിലായില്ലേ, ചില സമയത്ത് ഭയങ്കര സ്നേഹമാണ്. എനിക്കവിടെ പോകണം. അതിൽ പറയാണ് അനീഷിൻ്റെ പറമ്പിൽ പോകണം. നിങ്ങൾക്ക് ബ്ലോഗ് എടുക്കാൻ പോകാനല്ലേ എന്ന് നൂറ ചോദിക്കുന്നത്. അക്ബർ പറയാണ്, പിന്നെ ആദില, ഞാൻ ചിലപ്പോൾ പുറത്തിറങ്ങിയിട്ട് അനീഷേട്ടനുമായിട്ട് തിരുത്തി സംസാരിച്ചേക്കും. പുറത്ത് പോയാൽ ഇടയ്ക്കൊരു ഹായ് ബായ് എങ്കിലും പറയും. അനീഷിനെ പറ്റി നല്ലത് പറയാനാണെങ്കിൽ ചിലപ്പോൾ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളിൽ പറയേണ്ടി വരും. എന്നാലും അത്ര അങ്ങോട്ട് പറയാനും പറ്റത്തില്ല എന്ന് അക്ബർ പറയുന്നത്. അതിൽ പറയുന്നത് അനീഷേട്ടന് ചില തെറ്റിദ്ധാരണകളുണ്ട്, അല്ലാതെ ആ മനുഷ്യന് വലിയ ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്ക് ആൾക്കാരുമായിട്ട് ക്ലോസ് ആകാനൊരു ഇതാണ്. പുള്ളി ഇവിടെ വന്നിട്ടാണ് പല സംഭവങ്ങളും മാറ്റുന്നതും. എനിക്കത് പ്രശ്നമല്ല അതില. അക്ബർ പറയാണ്, ഞാൻ പറയുന്നത് നമ്മൾക്കെതിരെ അനുമോൾ ഈ കണ്ട വർത്തമാനങ്ങളൊക്കെ പറഞ്ഞപ്പോഴും നാവ് പൊക്കാത്ത ഒരാൾ, മനസ്സിലായില്ലേ, നാവ് പൊക്കാത്ത ഒരാൾ ഞാൻ അനുമോൾക്കെതിരെ സംസാരിക്കുമ്പോൾ അത് മാത്രം പോയിന്റ് ഔട്ട് ആയിട്ട് പറയുക എന്ന് പറഞ്ഞാൽ ആ ടാസ്കിനിടയിൽ എന്നെ എന്തെല്ലാം പറഞ്ഞ ആൾ അല്ലാതെ തന്നെ എന്തെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം നമ്മളോട് സംസാരിക്കുമ്പോൾ. എന്നിട്ട് ഒരു പോയിന്റിലെത്തുമ്പോൾ ഞാനത് പറഞ്ഞത് ശരിയായില്ല. അക്ബർ പറഞ്ഞത്, ഇവളെന്നെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതിനപ്പം എന്താ അയാളൊന്നും പറയാത്ത? ആൾ സെലക്റ്റീവാണ്. അത് തെറ്റിദ്ധാരണ അല്ല. അയാൾ പക്വതയില്ലാത്ത ആളൊന്നും അല്ല അനീഷേട്ടൻ. പുള്ളിയുടെ മനസ്സിലൊരിതുണ്ട്. പുള്ളിക്ക് എന്തെങ്കിലും അത് പോകണമെങ്കിൽ അത് പുള്ളിയുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് ഒരു ഇത് വരണം. പുള്ളിക്ക് അങ്ങനത്തെ കുറേ സംഭവങ്ങളും ഉണ്ട്. അതിൽ പറയാണ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തെറ്റിദ്ധാരണ ആളിനുണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ട് സംസാരിക്കും, ഇവിടെ വെച്ച് സംസാരിക്കത്തില്ല. ക്യാമറയുടെ മുമ്പ് വെച്ച് ആളോട് എന്ത് ചോദിച്ചാലും ആൾ സത്യം പറയത്തില്ല. ഒരു തെറ്റും ആൾ സമ്മതിക്കത്തില്ല. ഇതുവരെയുള്ള 85 ദിവസത്തിൽ വെച്ച് ഞാൻ അയാളെ മനസ്സിലാക്കിയത് അയാളോട് അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പോകാതിരിക്കുകയാണ്. പുറത്ത് വെച്ച് സംസാരിച്ചാൽ ചിലപ്പോൾ അയാൾ സത്യം പറഞ്ഞേക്കും. കാരണം ക്യാമറ ഇല്ലല്ലോ. ഗെയിമല്ല. എന്താ അനീഷേട്ടാ നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആൾ സത്യം പറയും. ഞാൻ അനുമോളെ അന്ന് ഒരാൾ പോലും കേട്ടിട്ടില്ല ഒരു വാക്ക് ഞാൻ വിളിച്ചെന്ന് പറയുന്നത്. ആളാണ് പറയുന്നത് ഞാൻ വിളിച്ചെന്ന്. ഇല്ലില്ല, ഞാൻ വിളിച്ചില്ല. അതിലെ ചോദിക്കുന്നത് നീ വിളിച്ചില്ലേന്ന്. ഇല്ല, ഞാൻ വിളിച്ചില്ല, ഞാൻ പറയാം ഞാൻ എന്താ പറഞ്ഞതെന്ന്. അപ്പം അതിനൊക്കെ അയാൾ തന്നെ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ അതിനൊരു വാക്ക് അയാൾ എന്നോട് പറഞ്ഞിട്ടില്ല. നീ അങ്ങനെ വിളിച്ചില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് തിരുത്തിയില്ലെന്ന് അതിലെ ചോദിക്കുന്നത്. അപ്പോൾ വേറെ ചോദിക്കുന്നത് എന്തിന് തിരുത്തണം? അവർ പറഞ്ഞോട്ടെ, എന്തിനാ തിരുത്തുന്നത്? ഞാൻ ചോദിക്കട്ടെ, അനുമോള് മാത്രം ഒരാളെ പ്രൊവോക്ക് ചെയ്താൽ മതിയോ? അനുമോൾക്ക് മാത്രമേ വായി തോന്നിയത് പറയാൻ പാടുള്ളൂ. എന്നെ സംബന്ധിച്ചോളം എനിക്ക് അങ്ങനത്തെ ഒരു വാക്ക് ഉച്ചത്തിൽ പറയണ്ട. എന്നാൽ എനിക്ക് അനുമോളെ പ്രൊവോക്ക് ചെയ്യുകയും വേണം. ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. അവർ രണ്ടുപേരും അത് ഊഹിച്ചെടുത്ത് അതാണെന്നുള്ളത്. നമ്മളവിടെയൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പറയാറുള്ളതാണ്. നമ്മുടെ ലിപ്പ് കാണുമ്പോൾ അവർക്ക് ബാക്കി അവർ ഊഹിക്കും, അത്ര തന്നെ. ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു സൈഡ് മാത്രം പറയുന്നത് എന്തിനാ? ബാക്കിയുള്ളവർ തെറ്റെല്ലാം മറച്ചു വെച്ചിട്ട് നമ്മളെ മാത്രം അറ്റാക്ക് ചെയ്യുക, അത് ശരിയല്ലല്ലോ. അങ്ങനെ പറയുകയാണെങ്കിൽ അയാൾ അനുവിനെയും പോയിന്റ് ഔട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നത് അത് അനീഷിയുടെ മാത്രമേ ഉള്ളൂ അനുവിനെ വിമർശിക്കാത്തത്. ചില സംഭവങ്ങൾ നോക്ക്, അത് എത്ര ഫേക്കാണെന്ന്. അനു ചെയ്ത് തെറ്റ് ഓരോന്നോരോന്ന് പറയുമ്പോൾ അയാൾക്കൊന്നും പറയാനില്ല. ആൾ പറയുന്നത് എന്തോ അതിനുള്ള സൊല്യൂഷൻ കിട്ടിയില്ലേ നമുക്ക് പിരിഞ്ഞു പോകാമെന്ന്. എന്നാൽ അനു ചെയ്ത് തെറ്റാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അയാൾ പറഞ്ഞോ? ഗെയിം കളിച്ചോട്ടെ, ഒരു പ്രശ്നമില്ല, പക്ഷേ ജെനുവിനായിട്ട് കളിക്കണം. നിങ്ങൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അയാൾ ജെനുവിനല്ല. നിങ്ങളിപ്പോൾ എന്താ മാറ്റി പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉടനെ ആദില, ഞങ്ങളെന്ത് മാറ്റി പറഞ്ഞു? ഇന്നലത്തെ പ്രശ്നത്തിൽ പുള്ളി കാണിച്ചത് തെറ്റാണ്. എത്രയോ ദിവസം അയാളത് ചെയ്യുന്ന, എത്രയോ ദിവസം നിങ്ങളിത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പം നിങ്ങൾ മാറ്റി പറയുന്നു. ആദിലയും നൂറയും മറുകണ്ഠം ചാടി. ഇന്നലെ വരെ അനീഷിനെ കുറ്റം പറഞ്ഞത് അക്ബറിനോട് പറഞ്ഞത് അക്ബർ ഇന്ന് പൊളിച്ചെടുക്കുക. ഇപ്പം അനീഷിന് സപ്പോർട്ട് നിൽക്കുന്നത് എന്താണെന്ന് അക്ബർ ഓപ്പണായിട്ട് ചോദിക്കുന്നു.